കോവിലിനെ അനുസ്മരിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ ശ്രീ പാങ്ങൽ ഭാസ്കരൻ അവരെ സാദരം ക്ഷണിക്കും. കോവിലിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വന്നു. കാര്യമായിട്ടൊന്നും പറയാനില്ല.
മനുഷ്യനായ ഒരു അനുഭവം കോവിലിനായിട്ട് ഇടപെടുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരാളെ കാണുന്ന സമയത്ത് ആ ആളെ കണ്ട് ആളുടെ സാഹചര്യം മുഴുവൻ മനസ്സിലാക്കുക, കുടുംബകാര്യം മനസ്സിലാക്കുക, അയാളെന്ത് ചെയ്യുന്നു, എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇത് അപൂർവ മനുഷ്യർക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. വളരെ അപൂർവമായിട്ടില്ല. എഴുത്തുകാർക്കാണെങ്കിൽ അപ്പോഴത്തെ ആ പടത്തിനനുസരിച്ച് പോകുന്ന ഒരു ഏർപ്പാടാണ് ഇന്നും കണ്ടുവരുന്നത്. അവരൊരിക്കലും കുടുംബമായിട്ട് ഉറ്റവരുടയവരായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല. ആ രചിക്കാനിടയായ ആളുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. കോവിലൻ അതല്ല. ഇവിടെയാണ് കോവിലന്റെ മനുഷ്യത്വം മാറ്റൊലിച്ച് നോക്കേണ്ടത്. അപ്പൊ അത് എഴുത്തുകാരനോട് മാത്രമല്ല, സാധാരണ ഒരാളെ കണ്ടാൽ പോലും കോവിലൻ ആ മനുഷ്യന്റെ ജനന സമയം തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു മനസ്സാണ് കോവിലിനുള്ളത്. ഇതെങ്ങനെയുണ്ടായി, ഇങ്ങനെ വന്നു, എന്താണ് ഇത് ചെയ്യാൻ കാരണം. അപ്പൊ ഒരു മനുഷ്യനെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് കോവിലിനുണ്ട്. അത് കോവിലിന്റെ സാഹിത്യ രചനകളിൽ ഉടനീളം കാണാൻ കഴിയും. അതിന് പറ്റുന്ന ജീവത്തായ ഒരു ഭാഷ, ആർജവമുള്ളൊരു ഭാഷ. ഇവിടെ നിരൂപകന്മാരൊക്കെ പറയണ എല്ലുറപ്പുള്ള ഭാഷ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ആർജവമുള്ളൊരു ഭാഷ. ആ ആർജവമുള്ള ഭാഷ എന്നാണ് മുഴുവൻ സാഹിത്യവും ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആർജവമില്ലാത്ത ഒരിച്ച ഭാഷ എന്ന് പറയുന്ന ഒരു സാഹിത്യത്തിലും നിലനിന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എൻ്റെ അറിവിൽ പെട്ടെടുത്തോളം. അപ്പൊ ഈ ആർജവത്വം സ്വഭാവത്തില്, നിരീക്ഷണത്തില്, ബന്ധങ്ങളില് ഇടപഴകുന്ന ഓരോ സന്ദർഭങ്ങളിലും എനിക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ സൂക്ഷ്മമായിട്ട്. ഞാൻ പലപ്പോഴും ചില സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഒരു അസാധാരണ സ്വഭാവമുള്ള, അസാധാരണ ശീലമുള്ള ഒരു മനുഷ്യനാണ് കോവിലൻ. അപ്പൊ ചിലരൊക്കെ പറയാം അതൊക്കെ എഴുത്തുകാരൻ്റെ ഒരു രീതിയല്ലേ, എല്ലാ എഴുത്തുകാർക്കും ഇല്ല. നമ്മൾ ഇടപഴകുന്ന എനിക്ക് കോവിലിനെ പോലെ കുറച്ച് എഴുത്തുകാരൊക്കെ എനിക്കറിയാം. അവർക്ക് വേലിപ്പുറത്ത് വെച്ചിട്ടാണ് മനുഷ്യനെ, എന്നെയല്ല വേലിപ്പുറത്ത് വെച്ചിട്ടാണ് മനുഷ്യനെ കാണാം. എഴുത്തുകാരെ നിഷേധിക്കുമെന്നല്ല, പക്ഷെ ആ കാഴ്ച അങ്ങനെയാണ്. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പല സാഹിത്യകാരന്മാർക്കും താല്പര്യമില്ല. അയാള് എഴുതിയ സാധനം കേമായിണ്ട്, അതിനപ്പുറത്ത് അയാളുടെ അച്ഛൻ, അമ്മ, കുടുംബം, അയാളുടെ ജീവിത രീതി, അയാളുടെ ഭക്ഷണം, അയാളുടെ ശീലങ്ങൾ, ഇതൊന്നും യഥാർത്ഥത്തിൽ ഇങ്ങനെ പടം കാണിച്ച് നടക്കുന്ന പല ആൾക്കാരും തയ്യാറല്ല. ഇവിടെ കോവിലിനെ നമുക്ക് കാണാൻ കഴിയുക ഒരു പച്ച മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഈ പച്ച മനുഷ്യനെ കാണുമ്പോഴാണ് നമുക്ക് ഈ അർച്ചനകൾക്കൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു ഇളനീർത്തുള്ളി പോലുള്ള ഒരു പ്രവാഹം ഉണ്ടായി വരുന്നത്. ഒരു പച്ച മനുഷ്യൻ. ഇന്ന് നമുക്ക് പച്ച മനുഷ്യനെ കാണാൻ പറ്റില്ല, എവിടെ നോക്കിയാലും കാണാൻ പറ്റില്ല. പച്ച മനുഷ്യനില്ല. കാരണം ഒക്കെ പടം കാണിച്ച്, മുഖം കാണിച്ച്, അപ്പോഴത്തെ കാര്യത്തിന് വേണ്ടി മാത്രം നടക്കുന്ന, ഇപ്പോ എല്ലാ രാഷ്ട്രീയക്കാരുൾപ്പെടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നന്മ പ്രവർത്തിക്കേണ്ട ഒരു കാലത്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. പണ്ടതുണ്ടായിരുന്നു, ഇപ്പൊ രാഷ്ട്രീയക്കാർക്കും അതില്ല, എഴുത്തുകാർക്കും അതില്ല, പിന്നെ മറ്റുള്ള സാധാരണ ജനത്തിന്റെ കാര്യം പറയും വേണ്ട. അപ്പൊ ഞാൻ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ഒരു രണ്ടാമത്തെ ഒരാളോട് ഇടപഴകാൻ വളരെ പേടിയാണ്. കാരണം ഞാൻ അയാളുടെ വലയിൽ വീഴും, ഒരു സംശയമില്ലാത്ത കാര്യം. അപ്പൊ എനിക്ക് പേടിയാണ്. അപ്പൊ ഞാൻ അധികം സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി. എന്താ ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ നിർവഹിച്ചു കൊടുത്തതിലേക്ക് മാറി നിൽക്കുന്ന ഒരു തരം അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഇവിടെ ആണ് നമ്മൾ കോവിലിനെ പറ്റി മാറ്റം വെച്ച് നോക്കാം. ഇതാണ് കോവില്, ഇതാണ് മനുഷ്യൻ. അത് ഇനി ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. അവരുടെ ഇടപഴകുന്ന ഓരോ മനുഷ്യനോടൊക്കെയുള്ള ബന്ധങ്ങള് സൂക്ഷ്മമായിട്ട് കോവിലൻ സഹായിച്ചതും ഇടപെട്ടതും പിന്നെ സ്നേഹിച്ചതും നിസ്വാർത്ഥമായി സ്നേഹിച്ചതും ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ കിട്ടുന്ന ഓരോ കാര്യങ്ങളും ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. എത്ര മനുഷ്യൻ ചെയ്യുന്നുണ്ട്? രണ്ടാമത്തെ ഒരാളുടെ വിശപ്പ് മനസ്സിലാവുമോ? ഞാൻ വളരെ ക്ലേശം സഹിച്ച് ജീവിക്കുന്ന കാലത്ത് ഇവിടെ വരുമ്പോ കോവിലൻ ടീച്ചറോട് പറയുമായിരുന്നു അത്രേ. ഞാൻ പുറമെ കേട്ട വിവരമാണത്. ഭാസ്കരൻ വരുന്നുണ്ട്, ഭക്ഷണം കൊടുക്കണം എന്ന് വെച്ചാൽ
അതിന് അർത്ഥം എന്താണ്? ആ അർത്ഥം കോവിലിന് മനസ്സിലായിരുന്നു. ഇത് എൻ്റെ മാത്രം കാര്യമല്ല, എന്നെ പോലെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറയുന്ന ഭാഷ ഇതാണ്: അയാൾ വരുന്നുണ്ട്, പേര് പറയുന്നില്ല, അയാൾ വരുന്നുണ്ട്, ഭക്ഷണം വേണം. പോകുമ്പോൾ നടന്നാണോ വന്നത്, ബസ്സിനാണോ വന്നത്, എങ്ങനെയാണ് വന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം എന്താ, ഇതിനൊക്കെ പേര് ഭാഷ പറയാൻ എനിക്കറിയില്ല. അത് നിറഞ്ഞ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ സാഹിത്യമൊക്കെ ഉണ്ടാക്കി എനിക്കൊന്നും അറിയില്ല, വലിയ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ആളല്ല, അതിനുള്ള ഒരു പശ്ചാത്തലം എനിക്കില്ലാത്ത ആളാണ്. പക്ഷെ പ്രൈമറി തലം തൊട്ട് എന്നിൽ എന്തൊക്കെയോ ഇങ്ങനെ എഴുതുന്ന ഒരു പ്രേരണ വരുന്നത് എന്റെ ഭാഗമായിട്ടാണ് ഞാൻ കോവിലിനെ കാണുന്നത്. അപ്പൊ കോവിലൻ എങ്ങനെ ആണ് ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് അടിവരയിട്ട് ശരിയായിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഇങ്ങനെ കാണിച്ചു തരുമ്പോഴാണ് ഭാഷയുടെ അതിപ്രശസ്തമായ ഔന്നത്യം ഉയർന്നു നിൽക്കുക. ആ സ്വരത്തിൽ അതിപ്രശസ്തമായ ഔന്നത്യം നിൽക്കുന്ന ഒരു സംഗതിയാണത്. അത് ആണ് ഇന്നും ഞാൻ കോവിലിനെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള വലിയ ഒരു സാധനം. എങ്ങനെ പറയണം, എന്തു പറയണം, അതാണ് കോവില്. അത് എന്നോട് മാത്രമല്ല, പല ആൾക്കാരോടും കോവിലും മാടമ്പനോട് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. കോവിലിനായിട്ട് ഇടപെടുന്ന പിന്നീട് വരുന്ന പല ആൾക്കാരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് പകർന്നു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണ്ട. ആ മനസ്സാണ് എനിക്ക് നഷ്ടപ്പെട്ടുള്ളത്. ഇപ്പോ ഇവിടെ വരുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടുള്ളത് ആ ഒറ്റ മനസ്സ്. ഇവിടെ വരുന്ന സമയത്തൊക്കെ ആ മനസ്സ് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഒരു ദുഃഖം എൻ്റെ മുഖത്തോ എൻ്റെ മനസ്സിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കാറുണ്ടാവും. നഷ്ടമായി നിവൃത്തിയില്ല. ഒരു പക്ഷെ കാലത്തിന്റെ അനിവാര്യതയാകാം, അതങ്ങനെ സംഭവിച്ചു പോകേണ്ടതായിരിക്കാം. എങ്കിൽ പോലും ആ ബാക്കി വെച്ച കാര്യങ്ങൾ കൂടെ ഞാൻ മുന്നോട്ട് നീങ്ങാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മൊയ്തീൻ അവരെ ആദരിച്ചു. ബഹുമാനപ്പെട്ട ഇരിക്കുന്ന സാഹിത്യ ലോകത്ത് നമ്മുടെ കാരണവരുമായും അതേപോലെ പഞ്ചായത്ത് അംഗങ്ങളും നിർദ്ദേശിച്ച് ജൂൺ 2 അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ട്രസ്റ്റി ഭാരവാഹികൾക്ക് ചില ആശങ്കയുണ്ട് എന്നത്തെ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പഞ്ചായത്ത് ഈ മുനിമട റോഡിന് കോവിലൻ റോഡ് എന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ റൂബി ഫ്രാൻസിസ് വേദിയിൽ പ്രഖ്യാപിച്ചതാണ്. അത് അവർ മറന്നുപോയി എന്നാണ് പറയുന്നത്. അത് അപ്പോൾ തന്നെ കോവിലൻ റോഡ് എന്ന നാമകരണം ഈ റോഡിന് നൽകിക്കൊണ്ട് പഞ്ചായത്തിന്റെ എല്ലാ രേഖകളിലും ആ പേര് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫലകം ഈ റോഡിന്റെ ഇത് കോവിലൻ റോഡ് എന്ന് എഴുതിയൊരു ബോർഡ് വെച്ചില്ല എന്നുള്ളതും അതിൽ ഉൾപ്പെടുത്തി കണ്ടു. ഇത്തവണ പ്രൊജക്റ്റില് കോവിലൻ റോഡിന് 6,30,000 രൂപ വെച്ചുകൊണ്ട് റോഡ് മെയിൻ്റനൻസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതോടൊപ്പം തന്നെ കോവിലൻ റോഡ് എന്നുള്ള ഒരു ഫലകം ഈ റോഡിൽ വെച്ചിരിക്കും. അത് ജനങ്ങൾ മറന്നു, അല്ലെങ്കിൽ പഞ്ചായത്ത് മറന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മറന്നിട്ടില്ല. കോവിലിനെ എന്നും മനസ്സിൽ സ്മരിക്കും എന്ന് ഞാൻ ഈ വേദിക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കത് കേട്ടപ്പോൾ തന്നെ വിഷമം തോന്നി. ഞങ്ങളത് അന്ന് പഞ്ചായത്ത് ഐക്യകണ്ഠേന പാസ്സാക്കിയെടുത്ത് അത് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ രേഖകളിലും അത് കോവിലൻ റോഡാണ്. പുറമേക്ക് പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു ചെറിയ കാലതാമസം മാത്രമേ വന്നിട്ടുള്ളൂ. ഈ പൊളിഞ്ഞെടുക്കുന്ന റോഡിന് പിന്നെ കോവിലൻ റോഡ് എന്ന് വെക്കണ്ട, അത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ പൈസ വെച്ച് വകയിരുത്തിയിട്ട് അതിപ്പോ ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ ആ റോഡിന്റെ ഫലവും വെക്കുമെന്ന് ഞാൻ ഈ വേദിയിൽ ഞാൻ
ഉറപ്പ് നൽകുകയാണ്. ഞാൻ 2 വാക്കുകൊണ്ട് അവസാനിപ്പിച്ച് ഇന്നത്തെ വിസ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസ്കരിക്കുന്നു. കഥ കോവിലിനെ കൊണ്ടുകൊടുത്തപ്പോൾ കോവിലൻ ഭാസ്കരനെ ആക്ഷേപിക്കുകയാണ് ചെയ്തു. പക്ഷെ അപ്പം തന്നെ തിരുത്തി വലിയ പ്രോത്സാഹനമെല്ലാം കൊടുത്തു. അന്ന് ശ്രീ അച്യുതമേനോൻ പ്രകാശനം ചെയ്ത വെള്ളി നക്ഷത്രങ്ങളെ സാക്ഷി എന്ന പാങ്ങിൽ ഭാസ്കരന്റെ ആദ്യത്തെ പുസ്തകം തോന്നുന്നു ഭാസ്കരൻ. അതിനെല്ലാം മുൻകൈയെടുക്കാനും ഒക്കെ തന്നെ എനിക്ക് പ്രചോദനമായി. ഞാൻ അതിൻ്റെ ഒരു കൺവീനിങ് കമ്മിറ്റിയായിട്ടാണ് പ്രവർത്തിക്കുക. തുടർന്ന് ഭാസ്കരൻ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അതുപോലെയുള്ള നിരവധി ആളുകളുണ്ട്. അതിൽ ഇപ്പോൾ പ്രകടമായി വന്ന ഒരാളുടെ പേരായതുകൊണ്ട് പറയാം. ശക്തി അവാർഡ് കേരളത്തിൽ അറിയപ്പെടുന്നൊരു സാഹിത്യകാരനായി പാങ്ങിൽ ഭാസ്കരൻ മാറുക. അതുപോലെയുള്ള നിരവധി സാഹിത്യ മേഖലയിലെയും സാഹിത്യമേഖല മാത്രമൊന്നുമല്ല മറ്റെല്ലാ മേഖലകളിലും അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അവരെ പ്രൊമോട്ട് ചെയ്യുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമായിരുന്നു കോവിലൻ എന്നത് ഞാനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഈ സന്ദർഭത്തിൽ അത് മാത്രം പറഞ്ഞുകൊണ്ട് കോവിലിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കും. ശ്രീ വി പി ജ്യോതിരാജ് അവരുടെ സ്ഥാപിച്ചു. പാങ്ങിൽ ഭാസ്കരന് കുറച്ച് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഞാൻ ഓർക്കുന്ന ഒരു സന്ദർഭം ഉണ്ടെന്നറിയും. ഒരിക്കൽ ശാന്ത ടീച്ചർക്ക് വളരെ കാര്യമായിട്ട് എന്തോ അസുഖം തീരെ വയ്യ, ഹോസ്പിറ്റലിൽ പോകണം. കോവിലിനോട് പലതവണ പറയുന്നുണ്ട്, പക്ഷെ എഴുത്തിന്റെ ഭയങ്കര ലഹരിയിലാണ് മൂപ്പര്, ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നിർബന്ധിച്ച് ടീച്ചർ നിർബന്ധിച്ചപ്പോ മൂപ്പര് പോയിട്ട് കേച്ചേരിയിലെ എവിടെയോ വന്ന് നിൽക്കുമ്പോൾ പാങ്ങി ഭാസ്കർ ഓടി വന്ന് പറയുന്ന അമ്മയ്ക്കോ അച്ഛനോ ആരെന്നറിയില്ല, തീരെ വയ്യ. അപ്പോ കോവിലോട് തന്നെ ടാക്സി പിടിച്ച് ഭാസ്കരന്റെ വീട്ടിൽ കൊണ്ടുപോയി അവരെ കൊണ്ടുവന്ന് ഡോക്ടറെ അഡ്മിറ്റ് ചെയ്ത് ഈ സംഭവം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ടീച്ചറെ കുറിച്ച് കോവിലെ കംപ്ലീറ്റ് മുഴുവൻ കൃത്യമായി മറന്നുപോയി. അല്ല, ഇത് പറയുന്നത് എന്താ വെച്ചാലേ അതായത് ചെറിയൊരു ഇൻസിഡന്റ് പാങ്ങി ഭാസ്കരായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കോവിഡ് അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ 7 പടങ്ങളൊക്കെ എഴുതി 1-2 ചെറുകഥകൾ മാതൃഭൂമിയിൽ പ്രത്യേകിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ചാവക്കട്ട് ഒരു കോവിഡ് വീഡിയോ നോക്കി ദിവസം വന്ന് പോവുകയൊക്കെ ചെയ്യും. അതൊരു പഴയ കഥ മാത്രമല്ല. കോവിഡ് അയാൾക്ക് എപ്പോഴും ഒരു കാരണവശാലും കോവിലൻ മരിക്കും എന്നുള്ള സങ്കല്പം തന്നെ ഞങ്ങളെ നേർത്ത് കളയും. കാരണം CB ശ്രീരാമനും കോവിലിന്റെ ഒക്കെ പോയത് കൂടിയിട്ട് എന്നെ സംബന്ധിച്ചുള്ള മുഴുവാഹന്റെ പോയി. കാരണം അത് എന്റെ വല്യച്ഛൻ, എന്റെ സ്വന്തം കുടുംബം ഈ നിലയിൽ പിടികുറിക്കിയിട്ടാണ്. അത് ബാലേട്ടനാണെങ്കിൽ ഞാൻ CB ശ്രീരാമനെ ബാലേട്ടനെ വിളിക്കുക, ബാലേട്ടനാണെങ്കിൽ ബാലേട്ടന്റെ മുഴുവൻ അരാജകത്വം, ബാലേട്ടൻ ചെറിയ അരാജകത്വം കൊണ്ട് അത് മുഴുവൻ ഞങ്ങളുടെ ഗ്രൂപ്പിലാണ് പ്രകടിപ്പിക്കുക. കാരണം അത്രയും രഹസ്യമായിട്ടുണ്ട്. കോവിലിനാണെങ്കിൽ കോവിലിന്റെ എല്ലാ ആഭ്യന്തര രഹസ്യങ്ങളും സങ്കടങ്ങളും ഞങ്ങളോട് തന്നെ പറയാം. അത് വരെ കാരണം അത്രയും പഴക്കണമെന്ന്. പിന്നെ വീട്ടിൽ വരും, അതൊക്കെ എനിക്കിപ്പോഴും ഓരോ വർഷങ്ങൾ കഴിയും തോറുണ്ടല്ലോ കോവിഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം സഹിക്കാൻ പറ്റില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ എന്താ പറയാ, നമ്മൾ കൊടുക്കേണ്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു അത് എന്താ പറയാ, ജനതപ്പെടുന്ന എന്ത് വേണമെങ്കിലും പറയാം. അത് സാധിച്ചില്ലല്ലോ. അവസാന നിമിഷം ഒന്ന് കെട്ടിപ്പിടിച്ച് മോഹിക്കാനെങ്കിലും കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമാണ് എനിക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും. പുസ്തകങ്ങൾ ഒരിക്കൽ കൂടി വായിക്കണം, അത് മുഴുവൻ സമാഹാരം എനിക്ക് കിട്ടണം. പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് പഠിച്ച് എന്തെങ്കിലും പഠനങ്ങൾ എഴുതേണ്ടത് സാധിച്ചില്ല. ഇനിയെങ്കിലും നോക്കണം, അതിന് പുസ്തകങ്ങളൊന്ന് കിട്ടണം. അത് ഞാൻ ചില ആത്മാർത്ഥമായിട്ട് കോവിലിന്റെ പുസ്തകങ്ങളൊന്ന് വായിക്കണം. കാരണം ഞാൻ വായിച്ചത് കുറച്ച് പുസ്തകങ്ങളാണ്. ഹിമാലയം, പിന്നെ 7 പടങ്ങൾ, കുറച്ച് ചെറുകഥകളാണ് ഞാൻ കൂടുതൽ വായിച്ചത്. വായിക്കാതെ പോയി കുറേ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഞാനും കോവിലിനെ കൂടിയിട്ടൊക്കെയാണ് പല പുസ്തകങ്ങളും കൊടുത്തിട്ടുള്ളത്. അതിൽ കലാന്തിയിലൊക്കെ കൊടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കോവിലിന്റെ ഒരു ജന്മാന്തരങ്ങളൊക്കെ ഞാൻ കോവിലിനെ കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കോവിലിന്റെ സുഹൃത്തെന്ന് പറയാം, പക്ഷെ ഒന്ന് ആത്മാർത്ഥമായിട്ട്
ചില ഹൃദയം തോന്നിട്ട് അധികം സംസാരിക്കാൻ കോവിലിനോട് പറ്റില്ല, ബാലേട്ടനോട് പറയുന്ന പോലെ. കാരണം അതിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്ത് കിടക്കാൻ പറ്റില്ല. എന്നെ നന്നായിട്ട് അറിയാം, എന്നെ നന്നായിട്ട് അറിയാം, വളരെ ഭംഗിയായിട്ട് അറിയാം, മോനെ പോലെ കരിയറിൽ. പക്ഷെ ചില വലിയ കാൽപ്പനികതയും റൊമാൻറ്റിക്സൊക്കെ പറയുന്നത് കോവിലിന് ഇഷ്ടമല്ല. അത്ര ഒരു ഞങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഞാനങ്ങനെയല്ലല്ലോ, ഞാൻ വളരെ കാൽപ്പനികമായിട്ട് ചിന്തിക്കുന്നതാണ് ഇപ്പോഴും. എന്താ പറയാ, ആ കാൽക്കല് ഒരു ജന്മം കൊണ്ട് സാധിക്കാവുന്ന അത്രയും കോവിലം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു സംശയമില്ല. ജന്മ സഫലമായി തന്നെ പറയാം, അതിന്റെ ഫലം കാണുന്നതൊക്കെ. അത്രയും പറഞ്ഞുകൊണ്ട് ഈ വാർഡിലെ മെമ്പർ ശ്രീമതി ഗീത മോഹൻദാസ് അവരുടെ സ്വാഗതം ക്ഷണിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കോവിലിനെ കുറിച്ച് എനിക്കധികം അറിയില്ലെങ്കിലും ഇവിടെ ഇരുന്ന എല്ലാവരും, പ്രഗത്ഭരായ എല്ലാവരും സംസാരിച്ചു. ഇവിടെ ഒരു വേദി പങ്കെടുക്കാൻ വേണ്ടി സന്തോഷം. ശ്രീ കെ വി ജോസ് മാസ്റ്റർ അവരുടെ സ്വാഗതം ക്ഷണിച്ചു. മൂന്നാം ചർമ്മ വേദിയല്ല നിശ്ചയം രേഖപ്പെടുത്തുകയാണ്. ഞാൻ കോവിലുമായി വളരെ ചെറുപ്പത്തിൽ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നെ കോവിലുമായി അടുപ്പിച്ചിട്ടുള്ളത് മരിച്ചുപോയ KC തോമസ് മാസ്റ്റർ മുഖാന്തരം. അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ്. പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പഴയ വീട്ടിൽ നിന്ന് സംസാരിക്കാറുണ്ട് തോമസ് മാസ്റ്ററുടെ കൂടെ. കുറച്ച് കഴിയുമ്പോൾ കോവിലിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയപ്പാടാണ്. അതിനുശേഷം ഇടയ്ക്ക് ഇവിടെ PT ജേക്കബ് മാസ്റ്റർ മരിച്ചുപോയ PT ജേക്കബ് മാസ്റ്റർ കൂടെയാണ് തമാശകൾ പറയാൻ നിങ്ങൾ വരാറുണ്ട്. ഇലക്ഷൻ സമയത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കോവിലോട് കൂടാറുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കും. ടീച്ചറൊക്കെ അടുത്ത് കേൾക്കാറുണ്ട്. ഒപ്പം മറുപടി ജേക്കബ് മാസ്റ്റർ കോവിലിനായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുട്ടി ചോദിക്കാറുണ്ട്. എന്തൊക്കെയായാലും ഞാൻ നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ, നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള ഒരാളെ അന്ന് ഞാൻ കണ്ടത് കോവിലാണ്. അദ്ദേഹം പട്ടാളത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിശയം പോയി ചിന്തിക്കാൻ തന്നെ പറ്റില്ല. അന്ന് അദ്ദേഹം ഒരു ബുക്ക് എനിക്ക് തരികയുണ്ട്. അത് ഇന്നും ഞാൻ ഒരു സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ കോവിലിൻ്റെ മകളും ഞാനും കൂടി ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യാനും കൂടി ഇടവന്നിട്ടുണ്ട്. ഒരിക്കലും വിചാരിക്കാത്ത കോവിലിൻ്റെ മകളും ഞാനും ഒരേ ഹൈസ്കൂളിൽ ഒരുമിച്ച് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ആ സന്തോഷം പറയാതിനു വേണ്ടി ഞാൻ കോവിലിനെ കാണാൻ വന്നിട്ടുണ്ട്. അന്ന് കെട്ടിപ്പിടിച്ച രംഗമൊക്കെ വളരെ നോർമൽ നിൽക്കുക. അന്ന് മാധ്യമങ്ങൾ ഇങ്ങനെ ഓടി നടന്നിട്ടുള്ള TV പ്രോഗ്രാമൊന്നും ഇല്ലാത്തവരുടെ അത് എടുക്കാൻ സാധിച്ചിട്ടില്ല. ആ ഓർമ്മ ഒന്നും നിലനിൽക്കുക. ടീച്ചറെ ഞാൻ സംസാരിച്ചു, ടീച്ചർ കണ്ടു, മാസം വരുന്ന ഞാൻ കണ്ടു. സന്തോഷം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും കോവിലിനെ പോലെയുള്ള ഉന്നതരായ ജനങ്ങൾ, അല്ലെങ്കിൽ നാട്ടുകാർ, അതിനുള്ള വ്യക്തികൾ നമ്മുടെ നാട്ടിൽ വീണ്ടും ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഉഷ പ്രഭുകുമാർ അവരുടെ സ്വാഗതം ക്ഷണിച്ചു. സംപൂജ്യനായ കോവിലിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹത്തെ കുറിച്ചൊരു അഭിപ്രായം പറയാനുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ള എഴുത്തുകാരും അത്രയും യോഗ്യരായ എല്ലാ വ്യക്തികളും ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അദ്ദേഹവുമായി സംസാരിക്കാനും കുറച്ചെങ്കിലും അടുത്തിടപഴകാനും സാധിച്ചല്ലോ എന്നുള്ളത് വലിയൊരു ഓർമ്മയായി മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു സമ്പത്തായാണ് ഞാൻ കരുതുന്നത്. കാരണം കണ്ടാണശ്ശേരിയുടെ അല്ലെങ്കിൽ പുല്ലാനിക്കുന്നിന്റെ പ്രവർത്തനങ്ങളും കൊച്ചു കൊച്ചു ജീവിതത്തിലെ ഇല്ലായ്മകളും പട്ടിണിയുമൊക്കെ ഈ കണ്ടാണശ്ശേരി എന്നല്ല, കേരളവും ഇന്ത്യയും ലോകമാകെ പ്രചരിപ്പിക്കാൻ ഇടവന്ന ഒരു മഹാനായ എഴുത്തുകാരന്റെ രാജ്യത്തുള്ള ഒരു അയൽവാസിയായി തീർന്നതിൽ തന്നെ ഒരു നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരമൊരു വേദിയിൽ ഇങ്ങനൊരു ജനപ്രതിനിധിയായിട്ട് പങ്കെടുക്കാനും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാനും സാധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമായിട്ട് ഞാൻ ഉൾക്കൊള്ളുകയുമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ PN അരവിന്ദാക്ഷൻ അവരുടെ സ്വാഗതം ക്ഷണിച്ചു. മിസ്റ്റർ കോവിലൻ അദ്ദേഹത്തിന്റെ
ഓർമ്മയ്ക്ക് വെക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവരും പ്രഗത്ഭരായ എല്ലാവരും വേണ്ട വിധത്തിൽ സംസാരിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതലായി എനിക്കൊന്ന് സംസാരിക്കാൻ മറന്നുപോയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാന്യരെ, കോവിലിന്റെ 3ാമത്തെ അനുസ്മരണ സമ്മേളനമാണ് ഇന്ന്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് കാര്യമായിട്ടൊന്നും അടുത്ത് ബന്ധപ്പെടാൻ എന്നെപ്പോലുള്ള ആളുകൾക്ക് വളരെ ചുരുക്കം ആളുകൾക്ക് സാധിച്ചിട്ടുള്ളൂ. AD ആൻഡോമാഷും ഷൈജുവും ഒക്കെ ഒരു പരിധിവരെ സാഹിത്യവുമായും NPC-യുമായും ഒക്കെ ബന്ധപ്പെട്ട് ഈ കോവിലിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ഇടപഴകിയിട്ടുണ്ടെങ്കിലും അടുത്ത് സംസാരിക്കാൻ എൻ്റെ കുടുംബവുമായി മുന്നേയൊക്കെ ബന്ധമുള്ള ആളാണെങ്കിലും എനിക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തായിരുന്നാലും അരിയന്നൂരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന ആളാണെങ്കിലും അരിയന്നൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് 3 സംഭവങ്ങളാണ്. 1 കുടക്കല്ലും, 2 മുനിമടയും, പിന്നെ കോവിലനും. അതിൽ ആലങ്കാരികമായി പറഞ്ഞാൽ കുടക്കല്ലും മുനിമടയും നമുക്ക് തന്നെ തിരിച്ചടിയായി. അത് കൂടുതൽ വിശദമായി ഞാൻ പറയുന്നില്ല. എന്തായാലും ചരിത്രത്തെ നമ്മൾ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ചില ബുദ്ധിമുട്ടുകളും കൂടെ കുടക്കല്ലും മുനിമടയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. താജ്മഹലിന്റെയും അതുപോലെ തന്നെ കുത്തബ് മിനാറിന്റെയും ഒക്കെ സ്റ്റാറ്റസിലാണ് നമ്മുടെ മുനിമടയും കുടക്കല്ലും ഒക്കെ. 100 മീറ്ററും 300 മീറ്ററും ഒക്കെ എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായി കിടക്കുകയാണ്. അപ്പൊ അത് നമുക്ക് 100 മീറ്ററിന്റെ അപ്പുറത്ത് പണിത കുടക്കലിനൊന്നും പറ്റില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ പൊതുവുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ത്യയിലെ ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത് പറഞ്ഞ കോവിലന്റെ സാന്നിധ്യം നമുക്ക് ഓരോ വർഷം കൂടുന്തോറും നമുക്ക് അഭിമാനവും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും അത് ഊതിക്കാച്ചിയ പൊന്നു പോലെ ഓരോ വർഷം കൂടുന്തോറും ജീവിച്ചിരിക്കുന്ന കോവിലനേക്കാൾ ശക്തനായി മരിച്ച കോവിലൻ നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അതിനെ വളരെ നല്ല രീതിയിൽ ആളുകളുമായി നല്ല ഒരു ബന്ധമുണ്ടാക്കാൻ ഇതിന്റെ ട്രസ്റ്റ് ഭാരവാഹികൾ ശ്രമിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ശ്രീ കോവിലൻ വിശപ്പിന്റെ വിളി അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ തലമുറയും മക്കളും അതുപോലെ തന്നെ പൊതുകാര്യങ്ങളിൽ, മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ, ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ വലിയ പ്രചരണം കൊടുക്കാതെ തന്നെ ഇടപെടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നതിലും ആ തലമുറ കോവിലന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നിലനിർത്താൻ അവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിലും അവരെ പ്രത്യേകം അഭിനന്ദിക്കാനും അനുമോദിക്കാനും തുടർന്നും സർവേശ്വരൻ അവർക്ക് അത്തരത്തില് സമൂഹത്തിൽ ഇടപെടാനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് മനസ്സിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി 3ാം അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ശ്രീ കോവിലന്റെ സന്തത സഹചാരിയായിരുന്ന ശ്രീ ശേഖരേട്ടൻ അവരെ സാധനം ക്ഷണിക്കും. കോവിലിനെ പറ്റി 2 വാക്ക് പറയാൻ ഞാൻ യോഗ്യനാണോ എന്ന് സംശയമുണ്ട്. എനിക്ക് കോവിലിനെ അത്ര വ്യക്തമായിട്ട് അറിയില്ല. എനിക്ക് അയ്യപ്പേട്ടനും അറിയാമായിരുന്നു. കാരണം ഞങ്ങൾ ബന്ധുക്കളായിരുന്നു. കോവിലിന്റെ അമ്മയും എൻ്റെ അമ്മയും ഒരേ തറവാട്ടുകാരാണ്. അതുകൊണ്ട് അദ്ദേഹം എന്നെ അർദ്ധ സഹോദരൻ എന്നാണ് വിളിക്കാറുള്ളത്. കോവിലിനെ പറ്റി ഞാൻ അറിയുന്നത് 953-54 കാലഘട്ടത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിന്റെ പഴയകാലത്തെ പ്രശസ്ത നോവലായ A-B എഴുതി വന്ന കാലത്താണ്. കോവിലൻ എന്ന് ഞാൻ വായിക്കും. ഇത് ഏതാ ഈ മനുഷ്യൻ എനിക്കറിയില്ല. ഇത് നമ്മുടെ ഈ പുല്ലായിക്കുന്നത്തിലുള്ള മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല. പലർക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് സന്ദർഭം ഉണ്ടായത് ഈ കോവിലൻ നമ്മുടെ അയ്യപ്പേട്ടൻ തന്നെയാണെന്ന്. കാലക്രമേണ അദ്ദേഹം അന്ന് പട്ടാളത്തിലായിരുന്നു. എനിക്കും കാലചക്രത്തിന്റെ തിരിച്ചലിൽ പട്ടാളത്തിൽ ചേരേണ്ടി വന്നു.
പട്ടാളത്തിൽ ചേർന്നതിന് ശേഷം ഞങ്ങളുടെ ബന്ധം വളരെ ഗാഢമായി വളർന്നു. 62 യുദ്ധത്തിൽ ഞാൻ ഇന്നത്തെ അരുണാചൽ പ്രദേശിലിരിക്കുമ്പോൾ ആ യുദ്ധം നമുക്ക് വളരെ മാനഹാനിപ്പെടുത്തിയ ഒരു യുദ്ധമായിരുന്നു. ഇന്ത്യൻ പട്ടാളം അരുണാചൽ പ്രദേശിലെ അന്നത്തെ നേഫയിലെ കാടുകൾ ഛിന്ന ഭിന്നമായി പിന്തിരിഞ്ഞു വരുമ്പോൾ അതിലൊരു അംഗം ഞാനുമായിരുന്നു. 30 ദിവസത്തെ വനവാസത്തിന് ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഈ മറ്റു ലോകമായിട്ട് ബന്ധപ്പെട്ട് അതുവരെ ഭക്ഷണമില്ല, ഒരു ബന്ധമില്ലായിരുന്നു നമ്മുടെ നാടിനെ പറ്റി. ആ സമയത്ത് അയ്യപ്പേട്ടൻ എന്നെക്കുറിച്ച് വേവലാതിപ്പോൾ ഒരുപാട് സംവിധാനത്തിലൂടെ ശേഖരന്റെ ലൊക്കേഷൻ എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. കാര്യം അദ്ദേഹം അന്ന് ഒരു ബ്രിഗേഡിന്റെ സിഗ്നൽ മേധാവിയായിരുന്നു. എന്റെ വിവരം കിട്ടിയ ഉടനെ തന്നെ എന്റെ വീട്ടിലേക്ക് അറിയിച്ചു. അച്ഛനും അമ്മയും വളരെ വേദനയോടിരിക്കുന്ന കാലത്ത് അദ്ദേഹം എന്റെ വിവരം അറിയിച്ചു. അത് വളരെ എനിക്ക് എന്നൊന്നും ഓർക്കാൻ ഉള്ള ഒരു സംഭവമാണ്. അതിനുശേഷം ആ യുദ്ധം വളരെ മാനഹാനിപ്പെടുത്തിയാലും 65 പാകിസ്ഥാൻ യുദ്ധം നമ്മൾ ഭാഗികമായി ജയിച്ചു. 71 യുദ്ധം നമ്മൾ അതിഗംഭീരമായി ജയിച്ചു. 1 ലക്ഷം പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അത് ലോക ചരിത്രത്തിൽ ഇല്ല അങ്ങനെ ഒരു സംഭവം, 1 ലക്ഷം പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം അന്ന് ആ യുദ്ധം കഴിഞ്ഞ് ഗുജറാത്തിലെ മലരാളത്തിൽ ബങ്കർ കുഴിച്ച് അവിടെ കിടക്കുമ്പോഴാണ് അയ്യപ്പേട്ടനെ കുറിച്ച് ഒരു റേഡിയോയിൽ ഒരു പരാമർശം വരുന്നത്. അയ്യപ്പേട്ടന്റെ ഭരതനാന്ന് തോന്നുന്നു ആ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഞാൻ ഉടനെ എഴുതി അയ്യപ്പേട്ടൻ അവിടെ ഇരുന്ന് എഴുതി. രാത്രി ഒരാഴ്ചക്കകത്ത് മറുപടി വന്നു, ശേഖരൻ അവാർഡ് അവിടെ കിടക്കട്ടെ, നീ ജീവിച്ചിരിപ്പുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. യുദ്ധം നമ്മൾ ജയിച്ചു, അതിൽ വലിയ അഭിമാനമൊന്നുമില്ല. എത്ര അമ്മമാർക്ക് മക്കളില്ലാതായി, എത്ര ഭാര്യമാർക്ക് ഭർത്താക്കന്മാരില്ലാതായി. ഇതൊക്കെ നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനി ഒരു യുദ്ധം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഈ പട്ടാളത്തിനെ പറ്റി സംസാരിച്ചിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അയ്യപ്പേട്ടന് ഇത്തിരി പിശുക്ക് കൂടുതലായിരുന്നു. അക്ഷരത്തിലും ഭാഷയിലൊക്കെ ഭയങ്കര പിശുക്കുള്ള ആളാണ്. ഞാനൊരു ദിവസം ഇവിടെ എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. ഞാനും മണിയേട്ടനും ഇവിടെ സന്തത സഹചാരിയായിരുന്നു അയ്യപ്പേട്ടന്റെ. മിക്കാറ് ദിവസങ്ങളിൽ വരും, അയ്യപ്പേട്ടന്റെ കഥ കേൾക്കും. അപ്പൊ ഞാനിവിടെ പുറകിൽ നിൽക്കുന്ന ഒരു മുള ചോദിച്ചു അയ്യപ്പേട്ടനോട്, ഒരു മുള വേണം. തരില്ല, അത് വേറെ അപ്പീൽ തരില്ല. അപ്പൊ ഇളയ മകൾ എന്നോട് പറഞ്ഞു, ശേഖരേട്ടന് അത്യാവശ്യമാണെങ്കിൽ രാത്രി വന്ന് കുറിച്ചുകൊണ്ടോ. അപ്പൊ ആ പിശുക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഭാഷയില് അക്ഷരത്തിലൊക്കെ പിശുക്കായിരുന്നു. അദ്ദേഹം ഒരുപാടൊന്നും എഴുതില്ല, കുറച്ചെഴുതും, വലിയ അർത്ഥത്തില്. എന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഒരിക്കൽ അദ്ദേഹത്തിന് ഇനി ഓർമ്മ ഓരോന്ന് വരുമ്പോ പറയാം, ഒരു അനുമോദന സമ്മേളനം നടക്കുക. അപ്പോ ഒരുപാട് പ്രശസ്തരൊക്കെ അയ്യപ്പേട്ടൻ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. അപ്പൊ അയ്യപ്പേട്ടന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, അയ്യപ്പൻ എല്ലാ ചാപല്യങ്ങളുള്ള പച്ച മനുഷ്യനാണ്. പോരെ അദ്ദേഹത്തിനെ പറ്റി? ഇതിലും വേല എന്താ അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിലുണ്ട്, പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ എന്നും പ്രത്യേകിച്ച് അവസാന നാളുകളിൽ ഞാനും എലത്തൂരും മണിയും നിത്യ സന്ദർശകരായിരുന്നു അരിയന്നൂര് വീട്ടില്. അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളോട് അത് പറയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാവരും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നത്. ഞങ്ങൾ എന്നും അദ്ദേഹത്തിന് ഓർമ്മിക്കണം, ഒരു സംശയമില്ല അതിൽ. അദ്ദേഹത്തിന്റെ ആ ഓർമ്മയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് നമസ്കാരം. കോവിലന്റെ 3ാം ചരമവാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ ഒട്ടനവധി പേർ കോവിലിനെ കുറിച്ച് ഇവിടെ അനുസ്മരിച്ചു കഴിഞ്ഞു.
എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ അടുത്ത ഒരു പരിചയമൊന്നുമില്ല. എങ്കിലും ഞാനൊരു മാധ്യമ പ്രവർത്തകനായി പ്രവർത്തിച്ച സമയത്ത് കോവിലിനൊരു പുരസ്കാരം ലഭിച്ചപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ വളരെ വിനയത്തോടു കൂടിയാണ് ഞാൻ ചെന്നത്. വളരെ പേടിച്ചിട്ടാണ് ചെന്നത്. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞത്, ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകന് അതിവിനയമോ അല്ലെങ്കിൽ ഭയമോ പാടില്ല. വളരെ ചങ്കൂറ്റത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കണം. അതിനർത്ഥം പറഞ്ഞത്, സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ വളരെ അർത്ഥവത്തായി കൊണ്ട് പ്രവർത്തിക്കണം. അതുകൊണ്ട് ആ രീതിയിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. ഞാൻ വളരെ വിനയത്തോടെ നിന്നപ്പോൾ ഒരിക്കലും വിനയം പാടില്ല. മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഒരിക്കലും വിനയം പാടില്ല. അതല്ലെങ്കിൽ ഒരു ഭയപ്പാടോടുകൂടി പെരുമാറരുത്. വളരെ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ളത്, അത് വളരെ ചങ്കൂറ്റത്തോടു കൂടി പെരുമാറാൻ സാധിക്കണം എന്ന ഒരു നല്ല ഉപദേശം തന്നുകൊണ്ടാണ് അന്ന് കോവിലൻ എന്നെ പറഞ്ഞത്. ആ ഒരു അനുഭവമാണ് എന്റെ മുന്നിലുള്ളത്. വളരെയധികം മഹാനായി തീർന്നതിന് ശേഷമാണ് നമ്മളൊക്കെ തന്നെ കോവിലിനെ കാണുന്നത്. നമ്മുടെ ഒരു ഭാഗ്യമായി, നമ്മുടെ അടുത്ത് ലോകത്തിന് തന്നെ വളരെ മഹാനായി മാറിയ കോവിലൻ എന്ന വ്യക്തി നമ്മുടെ നാട്ടുകാരനാണ് എന്ന് പറയുന്നത് നമുക്ക് വളരെ അഭിമാനമുണ്ട്. നേരത്തെ ജെയ്സൺ പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അറിയുന്നത് അല്ലെങ്കിൽ ആളുകൾ അഭിമാനിക്കുന്നത് ഈ സമയത്താണ്. എല്ലാവിധ അനുസ്മരണങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ചെയ്യുന്നു. ശ്രീ രാമനേട്ടനെ സാധിച്ചു. പ്രൊഫസർ നാരായണനും മറ്റ് സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും കൂടുതൽ സംസാരിക്കുന്നത് ഒരു കണ്ടാണശ്ശേരിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ കണ്ടാണശ്ശേരിയിലെ മണ്ണിനെയും മനുഷ്യരെയും കുറിച്ച് വളരെ അധികം വ്യാകുലപ്പെടുകയും അതേപോലെ തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ചെയ്ത ഒരു മഹാ വ്യക്തിയായിരുന്നു ഈ പേട്ടൻ. കണ്ടാണശ്ശേരി വായനശാലയിൽ ഇന്നും ആളുകൾ അന്വേഷിച്ചു വരുന്ന പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന പുസ്തകം തട്ടകം തന്നെയാണ്. അത് എത്രാമത്തെ എഡിഷനാണ് ഇപ്പോൾ വന്നത് എന്ന് എനിക്കറിയില്ല. അവിടെ 3 പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നലെയും ഒരാൾ വന്നു, പക്ഷേ കൊടുക്കാൻ പുസ്തകം ഇല്ല. കൊണ്ടുപോയവർ വേഗം കൊണ്ടുവന്ന് തരാത്ത പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ആ പുസ്തകം ഇന്നും ധാരാളം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാനായിട്ട് ഇവിടെ വന്ന ഒരു 31 വർഷമായി ഈ കോളേജിൽ ജോലി ചെയ്യുന്നു. ഇവിടെ താമസിക്കാൻ, ഇവിടെ അടുത്ത് തന്നെ ഈ റോഡിൽ തന്നെ താമസിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം നടക്കുന്ന കാലത്ത് അങ്ങനെ നടക്കാൻ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ ഞാൻ മുറ്റത്ത് നിൽക്കുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അപ്പോൾ കയറാമെന്ന് പറഞ്ഞും, പക്ഷേ വീട്ടിലേക്ക് കയറാം എന്ന് പറയല്ലാതെ ഒരു പ്രാവശ്യവും അദ്ദേഹം കയറുകയുണ്ടായില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിലേക്കൊക്കെ അദ്ദേഹം വളരെ വേഗത്തിൽ ഓടിക്കയറുകയും ഭാര്യ അങ്ങനെ കുട്ടികളും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു.